നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാനിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാൻ പോകുന്നത് ഈ കാർഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇത് കുറച്ച് വ്യത്യാസമായ കാർഡ്സ് ആണ്, ടാരോ പോലെയല്ല. ഇതിൽ ജസ്റ്റ് പിക്ചേഴ്സിൻ്റെ മീനിങ്സ് എന്ന രീതിയിലാണ്. ഓക്കെ, നമുക്ക് എടുക്കാം. നിങ്ങളുടെ ഞാൻ ഓൾറെഡി കുറേ തവണ ഷഫിൾ ചെയ്താണ്, കാരണം എനിക്ക് കൈപ്പിടിച്ച് ചെയ്യാൻ കിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ മാത്രമേ, കുറേ ചെയ്തു കഴിഞ്ഞു ഞാൻ ഓൾറെഡി. ഓക്കെ, കുറച്ചായിട്ട് ഞാൻ ഷഫിൾ ചെയ്താണ്, നല്ല നിങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടി. ഓക്കെ, അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഇപ്പോൾ ഇത് നമ്മൾക്കിന്ന് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെ എടുക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് ഈ ഒരു ജനുവരി വരെ എന്നെടുക്കാം നമുക്ക്. ഓക്കെ, കാരണം എന്തായാലും ഇപ്പോൾ നവംബർ കഴിയാറായി ആൻഡ് ഡിസംബർ ഇനി 1 മന്തേ ബാക്കിയുള്ളൂ നമുക്ക് 2025. അത് ഞാൻ ഇനിയിപ്പോൾ ജനുവരിക്കുള്ള റീഡിങ് ഇനി അടുത്ത മാസം ഇടാം. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ ഒരു ജനുവരി വരെ ഈ ഒരു 1.5 മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫ്യൂച്ചർ, അതായത് ജസ്റ്റ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ മാത്രം, നെക്സ്റ്റ് 1 മന്ത് 1.5 മന്ത്സ് മാത്രം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ, തിരിച്ചു വരുമോ, സെപ്പറേഷൻ ആണെങ്കിൽ തിരിച്ചു വരുമോ, എല്ലാം എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്ന എന്തും. ഓക്കെ, ഈ ഒരു നെക്സ്റ്റ് 1.5 മന്ത്സിൽ 1.5 മാസത്തിൽ നിങ്ങൾ തമ്മിൽ എന്തായിരിക്കും. ടാർഗറ്റ്, എ ഗോൾ ഓറിയന്റഡ് പേഴ്സൺ, റാറ്റ്. ഓക്കെ, ബ്രോക്കൺ വിഷ്ബോൺ. ടെൻഷനൊന്നും അടിക്കണ്ട. ഓക്കെ, നമുക്ക് വെക്കേഷൻ. നെഗറ്റീവ് കാർഡ്സും നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ട്, മീൻസ് വിഷമിക്കാൻ ഇടവരരുത്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കുക, അതിനെ മാറ്റിയെടുക്കാൻ എന്താ വഴി എന്നുള്ളത് നോക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കാണുന്നുണ്ട് റീത്ത് എന്ന് പറയാം. ഓക്കെ, ചെയർഫിൽഡ്, ക്രാക്ഡ് കപ്പ്. ഓക്കെ, ഷാർക്ക്. ഓക്കെ, ടർക്കി. ഓക്കെ, കോബ്വെബ്. അയ്യോ, എത്രണ്ണായി? ഒന്നുകൂടി എടുക്കാം അല്ലേ. ഓക്കെ, ഓക്കെ, ഇപ്പൊ തൽക്കാലത്തേക്ക് കുറച്ച് നെഗറ്റീവ് ആണ് വന്നിരിക്കുന്ന റീഡിങ് ഈ ഒരു മാസത്തേക്ക്. ഓക്കെ, ഫൈനലി. ഓക്കെ, ഇവിടെ നിർത്താം ഞാൻ. ഓക്കെ, ഗുഡ്. ഓക്കെ, ഫൈൻ, ഞാൻ നിർത്തുന്നു കാർഡ്സ്. ആദ്യത്തെ കാര്യം, നിങ്ങളുടെ പേഴ്സൺ വളരെ ഗോൾ ഓറിയന്റഡ് പേഴ്സൺ ആണ്, എന്ന് വെച്ചാൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. അവർക്ക് ഇപ്പോൾ തൽക്കാലം അവരുടെ കരിയർ, ജോലി, അങ്ങനത്തെ കാര്യത്തിലേക്കുള്ള ഫോക്കസ് അവർ കൊടുത്ത് നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെയധികം അവരുടെ ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് നടക്കുന്നുണ്ടാവാം, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സ്വന്തം കാര്യത്തിലേക്ക്, ഓക്കെ, അവർക്കിപ്പോൾ ഒരു എയിം ഉണ്ട് അവരുടെ ലൈഫിൽ. അവരുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, അവരുടെ ലൈഫ് ബെറ്റർ ആക്കണം എന്ന രീതിയിൽ ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് അകൽച്ചകൾ ഉണ്ടെങ്കിൽ അതാണ് റീസൺ എന്നാണ്. ഓക്കെ, മനസ്സിലാക്കാം. പിന്നെ ഇവിടെ കാണുന്നത് റാറ്റ് ഉണ്ട്. നിങ്ങളുടെ റാറ്റ് മാത്രമല്ല, ഒന്നും കൂടി ഉണ്ടായിരുന്നു, ഷാർക്ക്. ഓക്കെ, അല്ല, ഓക്കെ, ഷാർക്ക് പറയുന്നത് മെറ്റീരിയൽ തിങ്സിന്റെ ലോസ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളോട് സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ വെൽത്ത്, എന്തെങ്കിലുമൊക്കെ പണം നഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓരോന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ. ഓക്കെ, സംവൺ ഈസ് വർക്കിംഗ് അഗെയിൻസ്റ്റ്. ഓക്കെ, നിങ്ങളുടെ
ഇടയിൽ ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒന്ന് നമ്മൾ പറഞ്ഞു അവരുടെ കരിയർ, അവരുടെ ഇഷ്യൂസ്, ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്ന് കാണുന്നുണ്ട്. അതാരും ആവാം കേട്ടോ, ഫ്രണ്ട്സ് ആവാം, ഫാമിലി മെമ്പർ ആവാം, ലൈക്ക് എന്ത് സിറ്റുവേഷനും ആവാം. ഒരു തേർഡ് പാർട്ടി ഇടയിൽ ആരോ കളിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ഒരു തേർഡ് പാർട്ടി ആയിട്ട് നമുക്ക് കരിയറിനെ എടുക്കാം. പിന്നെ വേറെ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആയിട്ട് ഒരു വ്യക്തി തന്നെയുണ്ട്. അതിപ്പോൾ ആരും ആവാം, ഫാമിലി മെമ്പർ, ബ്രദർ, സിസ്റ്റർ, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി, വേറെ ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് എന്തും ആവാം. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് വിഷ് വിൽ നോട്ട് ബി ഗ്രാൻറ്റഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ ഇത് ഇപ്പോഴത്തേക്കാണ് നിങ്ങൾക്കറിയാലോ എനർജി ഇതിപ്പോൾ നമ്മൾ എടുക്കുന്നത് സ്പെസിഫിക് ആയിട്ട് ഞാൻ പ്രത്യേകം ഈ ഒരു ജനുവരി വരെ എന്നുള്ളതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ ഈ ഒരു ജനുവരി വരെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നടക്കില്ല. ഓക്കെ, ഒട്ടും നടക്കില്ല, ഒന്നും നടക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല, കാരണം ബാക്കി കാർഡ്സ് ഇവിടെ വേറെ ഉണ്ട്. ബട്ട് ചില കാര്യങ്ങൾ ഐ തിങ്ക് നിങ്ങൾ വിചാരിച്ച പോലെ നടക്കില്ല, അത്ര പറയാം ഞാൻ. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച മേ ബി ഇപ്പോൾ മെസ്സേജ് വരാൻ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സണെ മീറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വളരെ ലൈക്ക് റൊമാൻറ്റിക് ആയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്രോച്ച്, അല്ലെങ്കിൽ അവർ ഓപ്പൺ ഒരു കൺഫെഷൻ, നിങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ജനുവരി വരെ ഓക്കെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലേശം വിഷമങ്ങൾ ഫേസ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഓക്കെ, ഇത് മാത്രമല്ല വേറൊന്നും കൂടി ഉണ്ട്, ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ലൈഫ് ആൻഡ് സോറോ ഓവർ ലോസ് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവും, അതായത് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒരു കെയറോ അല്ലെങ്കിൽ ഒരു ഇതോ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ അവർ വളരെയധികം മെയിനായിട്ട് ഇവിടെ ടാർഗറ്റ് ഫസ്റ്റ് വന്ന കാർഡിനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ വളരെയധികം അവരുടെ ലൈഫിൽ ആക്ച്വലി ഇതുമുണ്ട്, ഡിസപ്പോയിൻമെന്റ് ഇൻ എ ഫ്രണ്ട് ഉള്ളവരും ഉണ്ട്. സോ നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ ചില കാര്യങ്ങൾ നടക്കില്ല ഇപ്പോൾ ജനുവരി വരെ, നിങ്ങൾക്ക് സാധ്യതയില്ല. ഓക്കെ, മെസ്സേജ് വരുന്ന മേ ബി വരുമായിരിക്കാം. ഓക്കെ, ചെറിയ കാര്യങ്ങൾ വേണമെങ്കിൽ നടക്കും, പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അവർ വളരെ റൊമാൻറ്റിക് ആയിട്ടോ വളരെ ഡീപ്പ് അറ്റാച്ച്മെന്റ് ആയിട്ടോ കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ മേ ബി ഇടയിൽ കോൺടാക്ട് വരാം, പക്ഷെ കോൺടാക്ട് വന്നാൽ വീണ്ടും അത് കോൺടാക്ട് പോവും. ആ രീതിക്കൊക്കെ കുറച്ച് സംഭവിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് തോന്നും പേഴ്സണിന് വേണ്ട എഫേർട്ട് ഇടുന്നില്ല, അവരത്ര ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, കംപ്ലയിൻസ് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക്. ആൻഡ് ഇവിടെ ഇമോഷണലി സെക്യൂർ, നിങ്ങൾക്ക് വേണ്ടത് വളരെ ലൈക്ക് കെയറിങ് ആയിട്ടൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾക്കൊരു നല്ലൊരു ഫാമിലി പോലെ ചിലപ്പോൾ അവരോട് മാരേജ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, അവരെ കൂടെ വേണം, ഒന്നിച്ച് വേണം, അങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോടെ വേണം എന്നൊക്കെ ആയിരിക്കും ഇപ്പം നിങ്ങളുടെ ആഗ്രഹം. മേ ബി അതായിരിക്കും നടക്കില്ല എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ കാണാതെയാവുമ്പോൾ ഓക്കെ ഡിസപ്പോയിൻമെന്റ് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണ്ട തരുന്നില്ല എന്ന് തോന്നുമ്പോൾ ചിലവർ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് വേറൊരു പേഴ്സൺ വരാനുള്ള സാധ്യതയാണ്. someone new is entering your life എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പേഴ്സൺ വരാനുള്ള സാധ്യതയാണ്. മേ ബി ഇപ്പം നിങ്ങളൊരു എന്താ പറയുക ബ്രേക്കപ്പിലാണെങ്കിൽ, നിങ്ങൾ ഇഷ്ടമുള്ള വ്യക്തിയുമായിട്ട് ബ്രേക്കപ്പിലാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറൊരു വ്യക്തി വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഓക്കെ ചിലവർക്കെങ്കിലും പുതിയൊരു വ്യക്തി വരും, അല്ലാത്തവർക്ക് നിങ്ങൾ വെയിറ്റിംഗ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടെ വെക്കേഷൻ കാണുന്നുണ്ട്. ഐ തിങ്ക് ഇത് നിങ്ങളുടെയാണ് ഇപ്പോൾ എനിക്ക് കാണുന്നത്. നിങ്ങൾ ഒരു വെക്കേഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ മേ ബി നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ വെക്കേഷന് പോകുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമായിരിക്കും. അതൊക്കെ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നതായിരിക്കാം. ഓക്കെ, ഇവിടെ ഐ തിങ്ക് നിങ്ങളൊരു ബ്രേക്ക് എടുക്കുന്നതായിട്ടാണെങ്കിൽ, വെക്കേഷൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു ബ്രേക്ക് എടുക്കുന്നതായിട്ട്, അതായത് ഈ റിലേഷൻഷിപ്പ് എന്നൊരു ബ്രേക്ക് എടുക്കലായിരിക്കാം. നിങ്ങൾ വിചാരിക്കും എനിക്ക് മതിയായി, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് മതിയായി, അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് ഡിസപ്പോയിൻമെന്റ് കൊണ്ട് മേ ബി നിങ്ങളൊരു ചിലപ്പോൾ യാത്ര പോകാനോ ഒന്ന് മാറി നിൽക്കാൻ, ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ, ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുമായിരിക്കും. എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകാനും സാധ്യതയുണ്ട്. അഗെയിൻ നിങ്ങൾ കുറച്ച് സൂക്ഷിക്കാനും പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ലോസ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നുണ്ട്. മേ ബി നിങ്ങൾ പണം ലോസ് അല്ലെങ്കിൽ എന്തെങ്കിലും യാത്രയൊക്കെ പോകുമ്പോഴാണെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കുക. അല്ലാത്തവർക്ക് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ നമ്മൾ കണക്കാക്കി പറയുമ്പോഴും മേ ബി അവിടെയും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സൂക്ഷിക്കാനുണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, someone is behaving stupidly. ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ ഒരല്പം സ്റ്റുപ്പിഡായിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അവർ കുറച്ച് എഫേർട്ട് എടുത്താൽ ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ രണ്ട് ഭാഗത്തും നല്ല എഫേർട്ട് വേണം അല്ലേ. പക്ഷെ അവരിപ്പോൾ അതിന് തയ്യാറല്ല. ഓക്കെ, അവർ ലേശം സ്റ്റുപ്പിഡായിട്ട് ബിഹേവ് ചെയ്യും. അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ നിങ്ങൾ പറയുന്നത് വളരെ എന്താ പറയുക അൺറീസണബിൾ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ എന്താ പറയുക
ഓവറായിട്ട് ചോദിക്കുന്നു അല്ലെങ്കിൽ ഓവറായിട്ട് നിങ്ങൾ അവരെ ഇതാക്കുന്നു എന്നൊക്കെ പറയാനുള്ള സാധ്യതകളുണ്ട്. സോ അതാണ് പറയുന്നത്, ചില സംവൺ ഈസ് ബിഹേവിങ് സ്റ്റുപ്പിഡ്ലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളെ ഡിസപ്പോയിൻമെന്റ് കൊണ്ടുവരുന്നത്. നിങ്ങൾക്കതൊക്കെ ഒരുപാട് വിഷമവും സങ്കടവും ഒക്കെ കൊണ്ടുവരും. ഓക്കെ ഓക്കെ ആൻഡ് ഇവിടെ പ്രൊട്ടക്റ്റഡ് ഫ്രം നെഗറ്റീവ് ഫോഴ്സസ് ബിയോണ്ട് യുവർ കൺട്രോൾ ആൻഡ് ആർച്ച്വേ ആൻഡ് ന്യൂ ഓപ്പർച്യൂണിറ്റി പോസിബിലിറ്റീസ് ആൻഡ് പാത്സ് ആർ ഓപ്പണിംഗ് അപ്പ്. ഓക്കെ, ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന വേറെ ആരെങ്കിലും ഇപ്പോൾ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിൽ ഓക്കെ, അതിൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരും എന്നും പറയുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ ഈ ബന്ധം തന്നെ ബെറ്റർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരും എന്ന് പറയാം. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ലൈക്ക് നിങ്ങളായിട്ട് ഞാൻ പറഞ്ഞ പോലെ മേ ബി നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിക്കും. ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾ ഐ തിങ്ക് ഇവിടെ ഈ സിറ്റുവേഷൻ ഇനി വേണ്ട, ഈ പേഴ്സൺ ഇനി എനിക്ക് ഇതിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ്. കുറച്ച് പേർക്ക് ഈ സിറ്റുവേഷൻ ബെറ്റർ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ട് ഇതാണ് കാണുന്നത് ഇവിടെ കേട്ടോ. പക്ഷെ അതിന് നിങ്ങൾക്ക് സമയമെടുക്കും. വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ടൈം എടുക്കും. നിങ്ങൾക്ക് പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു നല്ല വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനും സാധ്യതയുണ്ട്. ഓക്കെ, അഗൈൻ ഡിസപ്പോയിൻമെന്റ് ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് ലേശം ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ പറയുന്നുണ്ട്, ഓർ യുഡ് ബി സോറി. ഓക്കെ, നിങ്ങളിപ്പോൾ പേഴ്സണിനോട് സംസാരിക്കുന്ന സമയത്ത് ഓക്കെ ഐ തിങ്ക് നിങ്ങൾ വളരെ ഇമോഷണൽ ആവാനുള്ള സാധ്യതയാണ്. ബിക്കോസ് നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കുന്നില്ല അല്ലേ. അപ്പോൾ അതിൻ്റെതായ ഒരു വിഷമം നിങ്ങൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ടൊക്കെ പറയാൻ സാധ്യതയാണ്. നിങ്ങളോട് പറയുന്നുണ്ട് സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു പീരീഡ് ഐ തിങ്ക് കുറച്ച് ഡേഞ്ചറസ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എനിക്ക് ഞാൻ പറയാം, ഒന്നിച്ച് ചുരുക്കി പറയാം. ടൈം ടു ആക്ട്, റൂസ്റ്റർ ആൻഡ് അഗൈൻ ബോസ്റ്റ്ഫുൾ പേഴ്സൺ യു ഷുഡ് നോട്ട് ക്രോസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഈഗോയിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ നിങ്ങൾ അവരോട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഓക്കെ അവർ വളരെ ചിലപ്പോൾ ഒരു ഹാർഷായിട്ട് ബിഹേവ് ചെയ്തു എന്ന് വരും. ഓക്കെ, അവർ ഈഗോ ആണ് മെയിനായിട്ട്. ഓക്കെ, അവരെ ഈഗോ ഹർട്ട് ആവുകയാണ്. മേ ബി അവർ ആഗ്രഹിച്ച പോലെ അവരെ ലൈഫിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടാവില്ല. ഞാൻ അങ്ങനെയും പറയാം. ഓക്കെ, ഇത് നമ്മളിനി ഒന്ന് മാറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അവരൊരു ഗോൾ വെച്ച് എന്തൊക്കെയോ അവർ ശ്രമിക്കുന്നുണ്ട് അല്ലേ. പക്ഷെ അതിലും അവർക്കും മേ ബി അവരുടെ ആഗ്രഹം പോലെയും നടക്കില്ല എന്ന് പറയാം. ഓക്കെ, ഇത് അങ്ങനെയും നമുക്ക് ആ രീതിക്കും എടുക്കാം. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും നടക്കാതെയൊക്കെ വരുമ്പോൾ അവർക്കും ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടാവും അല്ലേ. അവരുടെ ലൈഫിലെ ഡിസപ്പോയിൻമെന്റ്സ്, അവർക്ക് ഒരുപാട് വിഷമങ്ങൾ കാര്യങ്ങൾ ഓക്കെ അവർക്കും വരാം. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല അവരുടെ ലൈഫിലും ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ആരെങ്കിലും ഒക്കെ ഇന്റർഫിയറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും പല പ്രശ്നങ്ങളും അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ മേ ബി അവർ സ്റ്റുപ്പിഡായിട്ട് നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യും. ഓക്കെ, പറഞ്ഞു വരുമ്പോൾ സെയിം കാര്യം, അതായത് അവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ കാരണം അവർ നിങ്ങളോട് നേരെയല്ല ബിഹേവ് ചെയ്യുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ എഫേർട്ട് ഇടുന്നില്ല. ഓക്കെ, ബട്ട് അവർക്ക് അപ്പം നിങ്ങളത് ചോദിക്കുക, നിങ്ങൾ കംപ്ലൈൻറ്റ് പറയുക, ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈഗോ വരും ചെയ്യും. ഓക്കെ, അവർക്ക് തോന്നും കാരണം എവിടെയോ അവരുടെ ഉള്ളിലെ ഈഗോ ട്രിഗർ ആവുക എന്ന് പറഞ്ഞാൽ അവർ പോരാൻ തോന്നുക, അവർ ചെയ്യുന്ന എഫേർട്ട് പോരാൻ തോന്നുക. കാരണം അവർ ഓൾറെഡി ടെൻഷനിലാണ്, സ്ട്രെസ്സിലാണ്, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുക. ആ രീതിക്കൊക്കെ ഒരു ഈഗോ അവർക്ക് വരാനുള്ള സാധ്യത. നിങ്ങൾ ദേഷ്യത്തിൽ ഐ തിങ്ക് നിങ്ങൾ പരസ്പരം ഐ തിങ്ക് ഇത് രണ്ടുപേർക്കും പറയാം. ലൈറ്റ്നിങ്, നിങ്ങൾ കൺട്രോൾ യുവർ ആങ്കറിന് നിങ്ങൾ ട്രിഗർ ചെയ്താലോ അവർ ചിലപ്പോൾ നിങ്ങളെ ട്രിഗർ ചെയ്യാം, നിങ്ങൾ ചിലപ്പോൾ അവരെ ട്രിഗർ ചെയ്യാം. രണ്ടും നടക്കാം. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ടൈം പീരീഡ് ആണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഐ തിങ്ക് ഈ ഒരു ജനറലി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ നമ്മുടെ 2024 ഓക്കെ ഈ ടോട്ടൽ നമ്പർ ഇതിൻ്റെ 8 എന്നാണ് വരിക അല്ലേ. 2024 8 ആണ് നമ്പർ. 8 ശനിയുടെ നമ്പറാണ്. ഇപ്പം ഈ വർഷം ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായ ഒരു പീരീഡ് ആയിരുന്നു. ഓക്കെ, എല്ലാവർക്കും ലൈക്ക് 90% ആൾക്കാർക്കും എനിക്കറിയാം വളരെയധികം മോശം പീരീഡ് ആയിരുന്നു ഈ ഒരു വർഷം. കഴിഞ്ഞ വർഷം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എത്ര മോശം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം റീഡിങ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. ഈ വർഷം എനിക്കറിയാം നന്നായിട്ട് ഒരുപാട് പേര് ഒരുപാട് ജോലി പ്രശ്നങ്ങൾ, ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ, ഫാമിലിയിൽ ഇഷ്യൂസ് ഒക്കെ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതും ഇനി ഒരു മാറ്റം വരാൻ പോവാണ്. ലൈക്ക് 2025 നമ്മൾ കടക്കാൻ പോവാണ്. സോ ആ ഒരു എപ്പോഴും ഒരു ട്രാൻസിഷൻ്റെ പീരീഡ് ഉണ്ടല്ലോ, ആ ഒരു മാറ്റം വരുന്ന സമയം വളരെയധികം കുറേ ഇങ്ങനെ എനർജി ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും കൂടുതൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണ്. സോ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക കുറച്ച്. ഓക്കെ, ടൈം ടു ആക്ട് എന്ന് പറയുന്നുണ്ട്. ഇതിവിടെ നിങ്ങളോട് പറയുന്നുണ്ട് ആക്ഷൻ എടുക്കാൻ. ബട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഓക്കെ വേറൊരു കാര്യം കൂടി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ നിങ്ങൾക്ക് ഇതൊരു ഇപ്പോൾ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഇതിൽ ഡിസപ്പോയിൻമെൻ്റ് ആണ്, പേഴ്സൺ ശരിക്കും നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളിത് വിട്ട് മാറിപ്പോവാം. ഓക്കെ, നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ചിലപ്പോൾ വേറൊരു മാരേജ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്കൊരു പുതിയ വ്യക്തി വരാമെന്ന് പറഞ്ഞു. ആ രീതിക്ക് ചിലപ്പോൾ നിങ്ങൾ മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്.
അല്ലാതെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പോഴല്ല, സമയമെടുക്കും. ഓക്കെ, അതിൽ ഡിലേ ഉണ്ടാവും. ഐ എം ഷുവർ ഡിലേ ഉണ്ടാവും. ഓക്കെ, അവർ എന്തെങ്കിലും ആക്ഷൻ, അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ വരാൻ കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, ക്ഷമയോടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ആ പ്രശ്നത്തിൽ നിങ്ങൾ ടോട്ടൽ ബ്രേക്കപ്പിലേക്ക് പോവോ അതോ അതിൽ നിന്ന് നിങ്ങൾ പിടിച്ചു വെക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ, കാരണം നമുക്ക് മറ്റേ ആളുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ, നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ നമുക്ക്. സോ ബട്ട് ഈ പേഴ്സണിനെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഐ തിങ്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു കാരണം നല്ലത് വരുന്നുണ്ട്, ആൻ എക്സൈറ്റിംഗ് ഈവൻറ്റ് വരും. ഓക്കെ, ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പുതിയ വ്യക്തി ആയിരിക്കാം, പുതിയ അല്ലെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾ സിംഗിൾസ് ആണെങ്കിലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ലൈഫിൽ വേറെ വ്യക്തി വരാമെന്നൊക്കെ. അല്ലാത്തവർക്ക് ഇപ്പോൾ നിങ്ങൾ സപ്പോസ് ഓൾറെഡി ഹസ്ബൻഡ് വൈഫ് മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ബെറ്റർ ആവും എന്ന് പറയാം. ഓക്കെ, അല്ലാത്തവർക്ക് ഇപ്പോൾ നിങ്ങൾ വേറെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കും അഗെയിൻ 2 ചോയ്സാണ്. ഒന്ന്, നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവ് ഓൺ ചെയ്യാം, നിങ്ങൾക്ക് ലൈഫിൽ ചിലപ്പോൾ വേറൊരു വ്യക്തി, നിങ്ങളെ കെയർ ചെയ്യുന്ന വ്യക്തി വരും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ കുറച്ചുകൂടി ബെറ്ററും ആവാം. ഓക്കെ, 2-3 സിനാരിയോ ഞാൻ പറഞ്ഞു. ബട്ട് ഈ ഒരു ഫേസ് ഇപ്പോൾ കാർഡ് എടുത്ത് എന്താണെന്ന് ഇങ്ങനെ വന്നതെന്നറിയില്ല. ബട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു എനർജി മാറ്റം കൊണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. കാരണം 12-12 വരുവാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ വിഷസ് നടക്കേണ്ട സമയമാണ്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ പോസിറ്റീവ് മൈൻഡോടെ നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, പോസിറ്റീവ് മൈൻഡ് നിങ്ങൾ വെക്കുക. പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും പ്രശ്നങ്ങളുണ്ട്, ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ നമ്മൾ പറയില്ലേ, എന്താ അങ്ങനെ പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ഒരു വോൾക്കാനോ പോലെയൊക്കെ ആയിരിക്കാം. സോ സൂക്ഷിക്കുക രണ്ടുപേരും. ഓക്കെ, ഐ മീൻ നിങ്ങൾ സൂക്ഷിക്കുക, നമുക്ക് അവരെ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ സൂക്ഷിക്കുക, കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ നിൽക്കാം. ഓക്കെ, ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടാവും, പക്ഷെ അതിൻ്റെ മേലെ നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് ഒരു കറേജ് വെച്ച് നിൽക്കാൻ സാധിച്ചാൽ ഓക്കെ നിങ്ങൾക്ക് നല്ലത് വരും ചെയ്യും. ഓക്കെ, ബട്ട് അത് സമയമെടുക്കും, അതിൻ്റെതായ നിങ്ങൾ ടെൻഷൻസ് ഗോ ത്രൂ ചെയ്യേണ്ടിയും വരും. ഓക്കെ, ആ ഒരു എല്ലാ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഫൈനൽ ഔട്ട്കം ഇവിടെ നല്ലതുണ്ട്. അതിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഈ പഴയ വ്യക്തി തന്നെ നിങ്ങൾ ബെറ്റർ ആവുമെന്ന് പറയാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടും രണ്ടും കാണുന്നുണ്ട്. ഓക്കെ, സിംഗിൾസ് ആണെങ്കിൽ പ്രത്യേകിച്ചും ഐ തിങ്ക് നിങ്ങൾക്ക് വേറൊരു വ്യക്തി വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു സിംഗിൾസിന് സ്പെഷ്യലി എനിക്ക് ഫീൽ ചെയ്യുന്ന അങ്ങനെയാണ്. അല്ലാത്തവർ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അഗെയിൻ ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും മാറ്റം കാണും, പക്ഷെ സമയമെടുക്കും. ഓക്കെ, ഞാൻ മോണോളജി ഡെക്കാണെന്ന് വെച്ച് നമുക്ക് അതിൽ നോക്കാം. മോണോളജി ഡെക്കുന്ന നിങ്ങൾക്ക് എന്താണ് ഈ യൂണിവേഴ്സ് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് എന്താ പറയുന്നത് നോക്കാം. സെയിം തിങ്, ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ്. ഓക്കെ, win-win outcome, balance spirituality and practicality, new start is coming. Okay, prosperity lies ahead, time to give rather than take. Yes, ഇതാണ് ഞാൻ നേരത്തെ ഒന്ന് മനസ്സിൽ വിചാരിച്ചത്. ഓക്കെ, പറയാം. End of a tough cycle approaches. Good. Expect powerful change. ഇതാണ് പറഞ്ഞത്. ഒരു പവർഫുൾ മാറ്റമാണ് എന്തോ വരാൻ പോകുന്നത്. ഒന്നാമത് 12-12 പോർട്ടൽ വരാൻ പോകുന്നുണ്ട്, അതിൻ്റെ ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞാൽ ന്യൂ ബിഗിനിങ് എന്നാണ്. ഓക്കെ, എൻഡിങ് കഴിഞ്ഞ് നമ്മൾ ന്യൂ ബിഗിനിങ്ങിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1-1-1 നമ്മുടെ ജനുവരിയിൽ വരുമ്പോൾ നമ്മൾ ന്യൂ ബിഗിനിങ്ങിലേക്കാണ് പോകുന്നത് അല്ലേ. സോ ഒരു പവർഫുൾ മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും എനർജി ചേഞ്ചസ് യൂണിവേഴ്സിൽ നടക്കും, ഉറപ്പാണ്. ഓക്കെ, സോ അതിനനുസരിച്ച് കാര്യങ്ങൾ ചിലപ്പോൾ പക്ഷേ ചില ടഫ് സിറ്റുവേഷൻ ഇടയിൽ ഫേസ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാം മറന്ന് ലൈക്ക് എന്ത് പ്രശ്നം വന്നാലും ശരി, ഞാൻ എൻ്റെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യും. എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടാലും ശരി, എന്നെ കെയർ ചെയ്തില്ലെങ്കിലും ശരി, എന്ത് ചെയ്താലും ശരി, എനിക്ക് സ്നേഹം ഉണ്ട് ആ വ്യക്തിയോട്. ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. അവർ കാര്യങ്ങൾ ബെറ്ററാക്കി മനസ്സിലാക്കി അവർക്കൊരു മാറ്റം വരട്ടെ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിച്ചാൽ, ഓക്കെ, അതായത് അൺകണ്ടീഷണലി നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ സാധിച്ചാൽ, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി തന്നെ നിങ്ങളെ വളരെ തിരിച്ച് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടൊരു കണക്ഷനായിട്ട് നിങ്ങൾ ബിൽഡ് ആവും. ഓക്കെ, ഇതിന് പക്ഷേ ഇപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ സമയം നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ടാവാം, നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഒരാൾ ചില സമയത്ത് നമ്മൾ പറയില്ലേ, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു സമയം ഉണ്ടാവും. ഇപ്പോൾ ആ സമയമാണ്. ഓക്കെ, നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുക, മീൻസ് അങ്ങോട്ട് കൊടുക്കുക, കെയർ കൊടുക്കുക. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ, നിങ്ങളുടെ അടുത്ത് അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കാതെ നിങ്ങൾ അങ്ങോട്ട് സ്നേഹിച്ചാൽ, ഓക്കെ, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നല്ലത് വരും.
ഓക്കെ, എപ്പോഴും എപ്പോഴും ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു ടൈം നമ്മൾ പറയില്ല, ഒരു ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ഇതൊരു അവസരമായിട്ട് നിങ്ങളെടുത്ത്, നിങ്ങൾക്ക് പക്ഷെ അത് അത്രത്തോളം നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് പറയാതെ ഒന്നും പറയാതെ, അവർ നിങ്ങളെ ചീത്ത പറഞ്ഞാലും ശരി, ദേഷ്യപ്പെട്ടാലും ശരി, ബ്ലോക്ക് ചെയ്ത് പോയാലും ശരി, എന്ത് ചെയ്താലും നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ വിശ്വാസം വെച്ച് ഈ റിലേഷൻഷിപ്പ് എൻ്റെ ആണ്, ഈ പേഴ്സൺ എൻ്റെ ആണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസം വെക്കാൻ പറ്റിയാൽ, അങ്ങനെ സാധിച്ചാൽ നിങ്ങൾക്കൊരു വിൻ വിൻ ഔട്ട്കം ഉണ്ടാവും. ഓക്കെ, ഇവിടെ വിൻ വിൻ ഔട്ട്കം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിലും യെസ് ആക്ച്വലി അല്ല, നിങ്ങൾക്കിപ്പോൾ സപ്പോസ് ഇത് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, അതിൽ യാതൊരു തെറ്റും ഒരു ആളും പറയാനില്ല, അങ്ങനെയൊന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് ഇത് തന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കോംപ്രമൈസ് ഇവിടെ വേണ്ടി വരും. ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബീൻസ്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പുതിയ വ്യക്തി വരാനുള്ള സാധ്യത വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ സിംഗിൾസ് ആണെങ്കിൽ ഐ തിങ്ക് പ്രത്യേകിച്ചും ന്യൂ സ്റ്റാർട്ടേഴ്സ് കമ്മിങ്. ഇത് ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ 2 സിറ്റുവേഷനും ഇവിടെ വന്നിട്ടുണ്ട്. ചിലവർക്ക് പുതിയ പേഴ്സൺ ആയിരിക്കാം, ചിലവർക്ക് ഈ സിറ്റുവേഷൻ തന്നെ ബെറ്റർ ആയിട്ട് നിങ്ങളൊരു ന്യൂ സ്റ്റാർട്ട് ആയിരിക്കാം. രണ്ടും വരുന്നുണ്ട്. സോ ഐ തിങ്ക് 2 വിഭാഗക്കാർ ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പം നിങ്ങൾ ഏതിൽ പെടും എന്നുള്ളതാണ്. വിൻ വിൻ ഔട്ട്കം എന്തായാലും ശരി, രണ്ട് സിനാരിയോ ആയാലും നിങ്ങൾക്ക് ജയം നിങ്ങളുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും. പക്ഷെ അതിനുള്ള സമയം എടുക്കും. ഓക്കെ, പെട്ടെന്നാവില്ല. ഓക്കെ, കുറച്ച് നിങ്ങൾ വളരെ ഐ തിങ്ക് ഒരു റഫ് ഫേസിൽ കൂടി കടന്നു പോകേണ്ടി വരും. ബാലൻസ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥന അതിലേക്ക് കടക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ അത് മാത്രമല്ല, അതിൻ്റെ അതുപോലെ ഗിവിങ് മാത്രമല്ല. ഓക്കെ, നിങ്ങൾ കുറെ കൂടി പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിക്കണം. അതായത് ഇത് ശരിക്കും നിങ്ങൾ നല്ലോണം ആലോചിക്കുക, ഇത് നടക്കുമോ? കുറച്ച് മുന്നോട്ട് പോയിട്ടായാലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദറ്റ് നടക്കും, നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ ബെറ്റർ ആവുമെന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള ആക്ഷൻ, അതായത് ഓക്കെ വെയിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങൾ പ്രാക്ടിക്കൽ ആവും കൂടി വേണം. അതായത് നിങ്ങളുടെ അവനവനെ കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ബാലൻസ് ആവാനുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ അത് മാത്രമല്ല കുറെ കൂടി സ്പിരിച്വൽ ആവാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനാ കാര്യങ്ങളിലേക്ക് കടക്കാൻ പറയുന്നുണ്ട് കൂടുതൽ. ആൻഡ് പ്രോസ്പെരിറ്റി ലൈസ് അഹെഡ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ശരി, നിങ്ങളുടെ ലൈഫിലായാലും ശരി, പ്രോസ്പെരിറ്റി ഉണ്ട്, നിങ്ങൾക്കൊരു അബണ്ടൻസ് ഉണ്ട്. ഓക്കെ, ബട്ട് അതിലേക്ക് എത്താൻ ഐ തിങ്ക് നിങ്ങളെ ഒന്നിട്ട് പിടിച്ചുവലിക്കാൻ പോകുന്നുണ്ട് ഈ ഒരു മാസം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് എത്രത്തോളം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ തന്നെ വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് ഒരു ടെസ്റ്റ് ആയിട്ട് എടുത്തോളൂ. ഐ തിങ്ക് ഒരു ടെസ്റ്റിംഗ് ടൈം ആയിട്ട് വരാൻ പോവാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്. നിങ്ങൾ ആൻഡ് ഇവിടെ ജസ്റ്റിസ് ആണ്, ഇവിടെ ഇത് കണ്ടു ബാലൻസ് ആണ്, ഇതിലും ഉണ്ട് ബാലൻസ്, ജസ്റ്റിസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ന്യായമായത് നടക്കും. പക്ഷെ ആ ന്യായം ഓക്കെ അത് വരാൻ അതിന് മുമ്പ് നിങ്ങൾക്ക് ന്യായമായത് നിങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് നിങ്ങളെ ഇട്ട് പരമാവധി പരീക്ഷിക്കുകയും ചെയ്യും അല്ലേ. സോ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ആൻഡ് ഇവിടെ എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ് പറഞ്ഞിരുന്നു. ഓക്കെ, യെസ്, ഫുൾ മൂൺ ഇൻ ക്യാപ്രിക്കോൺ സാധാരണ ജനുവരി ആണ്, പക്ഷേ ഫുൾ മൂൺ ഇൻ ക്യാപ്രിക്കോൺ എപ്പോഴാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ബട്ട് എനിവേ ഒരു ജനുവരിയിൽ നിന്ന് പിടിച്ചോളൂ. ഓക്കെ, യെസ്, കറക്റ്റ് ടൈം ആണല്ലോ. ജനുവരി ആകുമ്പോഴേക്കും നിങ്ങൾക്കൊരു എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ, അതായത് കുറച്ച് ഇനി മുന്നോട്ട് കുറച്ച് ടഫ് പീരീഡ് ആവാനുള്ള സാധ്യതയാണ്. ഓക്കെ, ആ ടഫ് പീരീഡ് നിങ്ങൾ തമ്മിൽ, അതായത് ചിലപ്പോൾ പേഴ്സണുമായിട്ട് കോൺടാക്ട് വരും, സംസാരം വരും, പക്ഷെ അവർ നേരെ റെസ്പോണ്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഇൻ ആൻഡ് ഔട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ സാധിക്കുമോ, നിങ്ങൾ അവിടെ എന്ത് റിയാക്ട് ചെയ്യും, എങ്ങനെ റിയാക്ട് ചെയ്യും, എന്തൊക്കെയാണ് എന്നുള്ള ഒരു ടെസ്റ്റിംഗ് പീരീഡ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. പക്ഷെ അതെല്ലാം ജനുവരി ആകുമ്പോഴേക്കും 1-1-1 നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഒരു ന്യൂ ബിഗിനിങ്. സോ അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ഒന്ന് കലങ്ങി തെളിഞ്ഞ് ശരിയാവുകയും ചെയ്യും. ഓക്കെ, പോസിറ്റീവായിട്ട് നിങ്ങൾ മൈൻഡ് വെക്കുക, വളരെ പോസിറ്റീവായിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്യുക. പ്രാർത്ഥന വളരെ സ്ട്രോങ് ആയിട്ട് ഞാനിപ്പോൾ പറയണു, ഈ ഒരു മാസം പ്രാർത്ഥന തുടങ്ങും. ലാസ്റ്റ് 1 മന്ത് ഡിസംബർ തൊട്ട് ജനുവരി വരെ ആ ഒരു 30 ദിവസം എനിക്ക് പ്രാർത്ഥന, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥന ഡെയിലി ഒരു റുട്ടീൻ വെച്ച് രാവിലെ വൈകിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് സാധിക്കാന്ന് വെച്ചാൽ ഒരു പ്രാർത്ഥനയുടെ ഒരു സമയം നിങ്ങൾ മാറ്റി വെച്ച് അത് സ്പെഷ്യലായിട്ടിരുന്ന് ചെയ്യാം. ഓക്കെ, ചെയ്യുന്നവരും ഓക്കെ, ഗുഡ്. ഓക്കെ, എനിവേ സോ ഇതാണ് ഇപ്പം ഇന്നത്തെ എൻ്റെ റിലേഷൻഷിപ്പ് കണ്ടത് നമുക്ക്. ആൻഡ് ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.